ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് ലണ്ടനിലെ കെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൊച്ചുമക്കൾ നാട്ടിലായിരുന്നു. അവരുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്തോട്ട് വിടാനായിട്ട് വന്നതാണ് ഞങ്ങൾ, എൻ്റെ മക്കളുടെ അടുത്തോട്ട്. അപ്പോൾ നമ്മൾ നടക്കാനായിട്ട് വന്ന മക്കളുമായിട്ടൊന്ന് നടന്ന് ഇവിടേക്ക് ഒന്ന് പരിചയപ്പെടാൻ എൻ്റെ മോൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് വെളിയിലോട്ട്. റോഡ് സൈഡാണ്, പക്ഷേ ഇവിടെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് തോന്നും നമ്മളൊരു ഗാർഡനിലാണ് നിൽക്കണമെന്ന് തോന്നും. അതുപോലെ മനോഹരമായ സ്ഥലമാണ് ഇവിടെ. നല്ല സീനറി, നല്ല ഗ്രീനറിയൊക്കെയാണ്. അപ്പോൾ ഈ ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസത്തേക്ക് കാണത്തുള്ളതെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഇതാ കണ്ട, ഇപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പൈൻ ട്രീ ആണ്. അതിലെ കായ്ച്ച് കിടക്കുവാണ്. ഇത് കുറച്ചുകൂടെ വലുതാകും കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിൽ കായാണ് ഇതിൽ നിന്ന് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, ഇതാണ് സംഭവം. ഇത് നമുക്ക് ചെറുതവിടെ ഇവിടെയൊക്കെ നല്ലൊരു പെയിൻറ്റൊക്കെ ചെയ്ത് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇതിൻ്റെ കായാണ്. ഇത് വലുതായി വരുമ്പം അത് താഴെ വീഴും. ഞാൻ കുറച്ചത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നാട്ടിൽ കൊണ്ടുപോയി ക്രിസ്മസ് ട്രീയിലൊക്കെ അലങ്കരിക്കാനായിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 മാസത്തേക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ മരങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചില്ലകളോടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ നമുക്ക്. അതിനുശേഷം ഇത് മഞ്ഞ് വീഴും. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കാണാനൊരു വെറൈറ്റി സീനറി ആയിരിക്കും, ഒരു സീനായിരിക്കും. അത് നമ്മൾ എടുക്കാനായിട്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. പിന്നെ അങ്ങനെ പോകുന്ന ഇവിടുത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഗാർഡനിലല്ല, ഒരു കുട്ടികൾ കളിക്കുന്ന ഒരു മൈതാനത്താണ്. അവിടെയാണ് ഈ സംഭവമൊക്കെ കാണാൻ കിട്ടുന്നത്. കണ്ടോ, എന്താ മനോഹരമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകതരം ഇലകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മാതിരിയുള്ള ഇലകളൊന്നും അല്ല ഇതിനുള്ളത്. ഇത് തന്നെ പല കളറിലെ ചെടികളാണ്. ഇത് ഒരു വെറൈറ്റി കളറാണ് ഇതിന്. പിന്നെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ മഞ്ഞ കളറ്, അങ്ങനെ പല കളറിലെ നമുക്ക് അത് ചെന്ന് തൊട്ട് നോക്കാൻ തോന്നും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഇലകൾ പ്ലാസ്റ്റിക് മാതിരിയാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പച്ചിലകൾ തൊടുന്ന ഒരു പ്രതീതിയല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇലയിൽ തൊടുന്ന പോലാണ് ഇരിക്കുന്നത്. പക്ഷേ അത് പ്ലാസ്റ്റിക് ഇലയല്ല, അത് സാധാരണ റിയൽ ഇല തന്നെയാണത്. നമ്മൾ മൈതാനത്ത് കണ്ട കുട്ടികൾ കളിക്കുന്ന മൈതാനമാണിത്. ഒട്ടും അഴുക്കില്ല, ഏറ്റവും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അപ്പൂപ്പൻ പുള്ളിക്കാരൻ്റെ വളർത്തുന്ന പട്ടീനെയും കൊണ്ട് ഇങ്ങനെ അപ്പിയിടിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർ അപ്പിയിടിച്ചിട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ അല്ലേ. അതേസമയം പുള്ളിക്കാരൻ പട്ടി അപ്പിയിട്ടപ്പോൾ അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി പൊതിഞ്ഞ് ഒരു ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നതൊക്കെ ഉള്ള ഒരു സീനൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മൊത്തം. കണ്ടോ, കൊച്ചുമക്കളും ആയിട്ട് ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. അച്ചായനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അച്ചായനെ കാണാൻ പറ്റാത്തത്. ഞങ്ങളിങ്ങനെ ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ അവർ പറയുന്നത്, ഇവിടെ ചൂട് കാലാവസ്ഥയാണെന്നൊക്കെ പറയണം. പക്ഷേ ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, തണുപ്പുണ്ട്. അങ്ങനെ ഒക്കെ പോകുന്നു നല്ല രീതിയിൽ. ഒരു അപ്പൂപ്പൻ താടി പോലത്തെ ഒരു സംഭവം എടുത്ത് കൊച്ചുമകൾ അത് ഊതിക്കൊണ്ടിരിക്കുക, പറത്തിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാനും ഒന്ന് കയറുന്നുണ്ട്. കണ്ടോ, കണ്ടോ, അതാണ് ഞങ്ങളുടെ എൻജോയ്മെൻറ്റ്.